ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോ സൺ മൂൺ സയൻസിന് വേണ്ടിയിട്ട് നക്ഷത്രം സയൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിത് വരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുള്ളൂ. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെയും എന്നെ ഫോളോ ചെയ്യാം. അവിടെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സയൻസിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് ഉടനെ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. സ്കോർപിയോ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മൾക്ക് നോക്കാം. ഈ റീഡിങ്ങിൽ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ്, ഇതൊക്കെയാണ് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ സ്കോർപിയോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ജസ്റ്റിസ്. എന്താണ് ഇവിടെ മ്യൂച്വൽ സിറ്റുവേഷൻ? നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഫുൾ എനർജിയാണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ പറഞ്ഞാൽ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ എന്താ പ്ലാൻ? ജഡ്ജ്മെൻ്റ് ആണ് പ്ലാൻ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 2 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും ഈ സിറ്റുവേഷനിൽ? നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാൻ പോണത്? ഏസ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ഔട്ട്കം ഇത് നമ്മൾ വീഡിയോയുടെ എൻഡിലാണ് തുറക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. ഈ വീഡിയോയുടെ ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താവാന്ന് നമ്മൾ ഇപ്പോഴല്ല ഇത് നോക്കണേ, എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. റീകൺസിലിയേഷൻ അല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കുറേ ഒരു മിസ് ചെയ്യണ മാതിരി ഒരു എനർജി, ഈ പേഴ്സണെ മിസ് ചെയ്യണു നിങ്ങൾ. 6 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? അതല്ല വെച്ചാൽ വേറെ എനിക്ക് സഡൻലി ഒരു മെസ്സേജ് കിട്ടിയാണ്. എന്താ വെച്ചാൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. പറഞ്ഞാൽ നിങ്ങൾ മുമ്പേ ഫ്രണ്ട്സ് ആയിരുന്നു, കുട്ടിക്കാലം മുതൽ മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടായി. നിങ്ങൾ രണ്ടാളും ഒരു നോ കോണ്ടാക്റ്റിലായിപ്പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ സഡൻലി ഈ പേഴ്സണെ മീറ്റ് ചെയ്യണു. അങ്ങനത്തെ എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് ഇതും ഒരു സഡൻ എനർജിയാണ്. ഏസ് ഓഫ് സോഡ്സ് ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ, സഡൻ മെസ്സേജിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ് മീറ്റ് ചെയ്യണത്. അതല്ല വെച്ചാൽ ഒരു സഡൻ മെസ്സേജ് അയക്കണു. നിങ്ങളും സർപ്രൈസ്ഡ് ആവും, ഇതെന്താ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നേന്ന്. അതല്ല വെച്ചാൽ നിങ്ങളായിരിക്കും ഈ പേഴ്സണ് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണു. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു നോ കോണ്ടാക്റ്റിലാണ്. എന്തെങ്കിലും വഴക്കുണ്ടായി, ഫൈറ്റ് ഉണ്ടായി, അതുകൊണ്ട് ഒരു നോ കോണ്ടാക്റ്റ് ആണ് വെച്ചാലും ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്, ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ഓക്കെ, ഒരു പുതിയ ബിഗിനിങ് വേൾഡ്. അപ്പോൾ ഒരു കംപ്ലീഷൻ ഉണ്ട്. ഒരു സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടും ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. അങ്ങനത്തെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ജസ്റ്റിസ്, ലീബ്ര എനർജി. ഇതൊരു മാരേജിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഈ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫായിരിക്കാം. ഇവിടെ സെപ്പറേഷൻ, ഡിവോഴ്സിൻ്റെ എനർജിയും ഉണ്ടാവാം.
3 ഓഫ് പെൻട്രിക്കിൾസ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ മേ ബി ഇവർ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ സിംഗിളാണ്. അതല്ല വെച്ചാൽ എന്തോ ഇവിടെ ഒരു മാരേജ് ഇൻവോൾവ് ഉണ്ട് ആണ്. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ലൈഫിലാണോ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലാണോ അതറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ലവേഴ്സ്, അപ്പോൾ ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജിയാണ്, ജെമിനി എനർജി. ഈ പേഴ്സണിൻ്റെ ലൈഫിലായിരിക്കും ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുക. എന്നുവെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഒരു ചോയ്സാണ് ഉണ്ടാക്കേണ്ടത്, നിങ്ങളുടെയും ആ മറ്റേ പേഴ്സണിൻ്റെ ഇടയ്ക്ക്. കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഫൂൾ. അപ്പോൾ ഇതൊരു ആദ്യം എനിക്ക് അങ്ങനെ തന്നെയാണ് മെസ്സേജ് കിട്ടണം, ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ്. അതല്ല വെച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ. എന്തോ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും ഈ സിറ്റുവേഷനിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഞാൻ കാണില്ല നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, നിങ്ങൾ രണ്ടാൾക്കും ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഫ്യൂച്ചറിൽ വേണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സിറ്റുവേഷനിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റാഗ്നൻസി ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സൺ ഇവിടെ മാരീഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറഞ്ഞാൽ മുമ്പോട്ട് പോകണില്ല, നിങ്ങൾക്ക് എന്താ വേണ്ട അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടാളും. ഹാങ്ഡ് മാൻ, ഇവിടെ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ മറക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് വർക്കൗട്ട് ചെയ്യണില്ല. നിങ്ങൾ രണ്ടാളും ഇവിടെ ആദ്യം റീകണക്റ്റ് ആണ് ചെയ്യാൻ പോണത്. ക്വീൻ ഓഫ് വാൻസ്, ഇവിടെ ഫയർ സൈൻ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് വേറെ തേർഡ് പാർട്ടി ആവാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. പക്ഷെ എന്തായാലും ഇവിടെ ഒരു റീകണക്ഷൻ ഉണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പിലാണ്, നിങ്ങളുടെ ഈ ഫീലിങ്സ് ഒക്കെ ഒരു സീക്രട്ട് ആയിട്ടാണ് നിങ്ങൾ വെക്കണത്. ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, പക്ഷേ ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആവാം. പക്ഷേ ഈ സിറ്റുവേഷനിൽ കുറേ ബാഗേജ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റുവേഷന് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിപ്പോൾ വർക്കൗട്ട് ചെയ്യണില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ നിങ്ങൾ കുറേ മിസ് ചെയ്യണു, അവരും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നും അങ്ങനെ തന്നെയാണ് ഫീലിങ്സ് ഉള്ളത്. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടാവും, ഇപ്പോൾ അത്ര സമയം എടുക്കില്ല. എന്നുവെച്ചാൽ നൈറ്റ് ഓഫ് സോഡ്സ് ഒരു റെസ്റ്റ്ലെസ് എനർജിയാണ്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഡെഫിനറ്റ്ലി അയക്കുന്നുണ്ടാവും ഈ വീക്കിൽ, അതല്ല വെച്ചാൽ ഈ മാസത്തിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ കുറേ റെസ്റ്റ്ലെസ് ആണ്. കിങ് ഓഫ് പെൻട്രിക്കിൾസ്, ഇവിടെ ടോറസ് എനർജിയാണ് കാണുന്നത്. ഈ പേഴ്സൺ ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ 4 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. 4 ഓഫ് കപ്സ് എന്താണ്? അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസ് ഇപ്പോൾ മുമ്പത്തെ മാതിരി അല്ല. പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് ആവില്ല എന്നാണ് അവരുടെ പേടിയുള്ളത്. എന്നുവെച്ചാൽ ഇവിടെ അവർക്കൊരു ഡിസിഷൻ എടുക്കാണ്ട്, രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കാണ്ട്, ഫ്യൂച്ചർ വൈസ് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാന്ന് അവർക്കൊരു പ്ലാൻ ഇല്ല. പ്ലാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ അറിയില്ല എന്താ വേണ്ടതെന്ന്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസ് കുറഞ്ഞാൽ അവർക്ക് അതും ഒരു പേടിയുണ്ട്. നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ അത് അവരുടെ മനസ്സിലൊരു പേടിയുണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളെന്തോ റിലീസ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ നോക്കണു. ഈ പേഴ്സൻ്റെ കൂടെ ഒരു റെന്യൂവൽ ആണ് ഞാൻ കാണുന്നത് ഇവിടെ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 2 ഓഫ് സോഡ്സ്. അവർ ഇതുവരെ ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡിസിഷൻ ഒരു പ്രാക്ടിക്കൽ ഡിസിഷനാണ്, മറ്റേതൊരു ഇമോഷണൽ ഡിസിഷനാണ്. അപ്പോൾ അവർക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ജഡ്ജ്മെൻറ്റ് എന്താണ് ഇവിടെ? എംപ്രസ്, സൺ. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, കുട്ടികൾ വേണം എന്നുണ്ട്. സൺ സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്നുവെച്ചാൽ അത് ഇപ്പോഴും ഞാൻ കാണില്ല. ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല. ഓക്കെ, 8 ഓഫ് കപ്സ്. അവർക്ക് കുറച്ച് സമയം എടുക്കും മറ്റേ പേഴ്സണെ വിടാൻ. അതല്ല വെച്ചാൽ ഇവിടെ നിങ്ങൾ അങ്ങനെ ഫോഴ്സ് ചെയ്താൽ ചിലപ്പോൾ ആദ്യം ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ
ഇവിടെ ഒരു റീകൺസിലേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ആദ്യം തിരിച്ച് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യണു. ഏസ് ഓഫ് വോൺസ് ആണ് ആക്ഷൻ. അപ്പോൾ ഇവിടെ ഞാനൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും. നിങ്ങളായിരിക്കും മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക, അതല്ല അവരായിരിക്കും. പക്ഷേ ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ അത് കുറച്ച് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. 4 swords ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങളൊരു ഹീലിംഗ് എനർജി പറഞ്ഞ സെപ്പറേഷൻ എനർജി കഴിഞ്ഞിട്ടാണ് റീകൺസൈൽ ചെയ്യണേ. ഇവിടെ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യണു. ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത് ശരിയായ സമയത്തിന് വേണ്ടിയിട്ട്. പറഞ്ഞാൽ ആ ശരിയായ സമയമാകുമ്പോൾ അവർ നിങ്ങളെ ചിലപ്പോൾ മെസ്സേജ് ചെയ്യാൻ നോക്കും. കുറച്ച് സ്റ്റാഗ്നൻ്റ് ആണ്, എന്നുവെച്ചാൽ അവർക്ക് ഇപ്പോഴും ഒരു ആൻസർ ഇല്ല. നിങ്ങൾ എന്താണ് ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പോഴും അതിൻ്റെ ഉത്തരമില്ല. ഇവിടെ അതാണ് ഏറ്റവും വലിയ ഒരു ടോക്സിക് എനർജി ഉള്ളത്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ പാർട്ട്ണറിനെ വിടവും വേണ്ട, ആൻഡ് നിങ്ങളുടെ കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പോൾ അതൊരു ഡെവിൽ എനർജിയാണ്, കുറേ ടോക്സിക് എനർജിയാണ്. ഓക്കെ, അവർക്ക് ഈ തേർഡ് പാർട്ടി ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നാണ് ഇപ്പോഴത്തെ അവരുടെ തീരുമാനം. ഔട്ട്കം കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ഈ കിങ് ഓഫ് സോഡ്സ് ആരാണ്? എക്വേരിയസ്, ലീബ്ര, ജെമിനായി എനർജി, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറച്ചൊരു നോ കോണ്ടാക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മെല്ലെ മെല്ലെ മുമ്പോട്ട് പോകുന്നുണ്ട്. 6 of Wands ഇവിടെ ഒരു സക്സസിൻ്റെ എനർജിയാണ്. ഇവിടെ 3 of Wands ഉണ്ട്. ഇവിടെ ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജിയും കാണാണ്ട്. ഇവിടെ ഒരു മാരേജ് ഇൻവോൾവ് ആണ്. ഇവിടെ ഒരു പേടിയുണ്ട് നിങ്ങൾ രണ്ടാളുടെയും മനസ്സിൽ. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സീരിയസ് ആവുമോ, ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ. അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു പോവോ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യോ. അങ്ങനത്തെ രണ്ടാൾക്കും വേറെ മാതിരിയാണ് ഇവിടെ ഔട്ട്കം ഞാൻ കാണുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി ക്ലാരിറ്റി വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക. എന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും അത് ഒരുമാതിരി ആവില്ല ഔട്ട്കം. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമായിട്ട് ഔട്ട്കം ആണ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ ഫയർ സൈൻസ് ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ്? I bury myself in work to forget you. I feel you even though we are apart. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സെപ്പറേഷൻ കൺഫേംഡ് ആയിട്ടുണ്ട്. യു ഡോണ്ട് നോ ഹൗ ഹാർഡ് ഇറ്റ് വാസ് ടു ലെറ്റ് യു ഗോ. അപ്പോൾ ഈ പേഴ്സൺ കുറേ സ്ട്രഗിൾ ചെയ്തു നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ. ഈ സെപ്പറേഷൻ ഇവർക്ക് ഈസി ആയിരുന്നില്ല, നിങ്ങൾക്കും ഈസി ആയിരുന്നില്ല, പക്ഷെ അവർക്ക് കൂടുതൽ അത് എഫക്റ്റ് ചെയ്തിരിക്കണു. ഐ ബറി മൈ സെൽഫ് ഇൻ വർക്ക്. അപ്പോൾ അവർ കുറേ ഒരു വർക്കഹോളിക് ആയിപ്പോയി. എന്നുവെച്ചാൽ അത്രയും അവർക്ക് ഈ കാര്യം എഫക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഒട്ടും ഇതിനെക്കുറിച്ച് മനസ്സിൽ വെക്കേണ്ടെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കുറേ വർക്ക് ലോഡ് എടുത്തു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ വേഗം ഉടനെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിലൊരു ഡിലേ ഉണ്ടാവില്ല. ഈ മാസം തന്നെ ആയിരിക്കും ഈ കോൺടാക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപ്പിയോ. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ഞാൻ പറഞ്ഞ പോലെ അവൈലബിൾ ആണ്. അത്ര സെഷൻസ് ബാക്കിയില്ല, അതുകൊണ്ട് വേഗം ബുക്ക് ചെയ്യുക. എന്നെ കോൺടാക്റ്റ് ചെയ്യുക ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.